സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി ശസ്ത്രക്രിയകൾ നിലയ്ക്കുന്നു. വിതരണക്കാർ ആശുപത്രികളിലേക്കുള്ള ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ വിതരണം നിർത്തിയതാണ് ഹൃദ്രോഗ ചികിത്സാ പ്രതിസന്ധിയിലാകാൻ കാരണം. 1.5 വർഷത്തെ കുടിശ്ശിക നൽകാൻ സർക്കാർ തയ്യാറാകാത്തതിനെ തുടർന്നാണ് വിതരണം നിർത്തിയത്. ശസ്ത്രക്രിയാ ഉപകരണ വിതരണക്കാർക്ക് 18 മാസത്തെ കുടിശ്ശികയായ 158 കോടി രൂപയാണ് സർക്കാർ നൽകാനുള്ളത്. ധനമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ഓഗസ്റ്റ് 31 മുമ്പായി കുടിശ്ശിക തീർക്കുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു. എന്നാൽ ഇതുവരെ 1 രൂപ പോലും നൽകിയില്ല. ഇതോടെ വിതരണം നിർത്തിവെക്കാൻ നിർബന്ധിതരായെന്നാണ് വിതരണക്കാർ പറയുന്നത്. കാശ് കിട്ടാതെ നമുക്ക് പാരന്റ് കമ്പനി സ്റ്റോക്ക് കിട്ടില്ല. അപ്പം നമുക്ക് അവർക്ക് ഇപ്പം പേയ്മെന്റ് ഡീൽ ആയി കഴിഞ്ഞാൽ അവരിപ്പം സ്റ്റോക്ക് അയക്കുന്നില്ല. ഈ പേയ്മെന്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് സ്റ്റോക്ക് അവൈലബിലിറ്റി ഷോർട്ട് വെക്കാം. ഓരോ ഹോസ്പിറ്റലും ഓരോ തരത്തിൽ, എന്നാലും ആവറേജ് ഒരു 18 മാസത്തോളം നമുക്ക് പെൻഡിംഗ് ഉണ്ട്. നിലവിലുള്ള സ്റ്റോക്ക് ഉപയോഗിച്ച് കുറച്ച് ദിവസങ്ങൾ കൂടി ശസ്ത്രക്രിയകൾ തുടരാനാകും. കുടിശ്ശിക തീർക്കാൻ ഇനിയും സർക്കാർ തയ്യാറായില്ലെങ്കിൽ സാധാരണക്കാരുടെ ആശ്രയമായ സർക്കാർ ആശുപത്രികളിൽ ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി ശസ്ത്രക്രിയകൾ പൂർണ്ണമായും നിലക്കും. സലാം മുഹമ്മദ്, മീഡിയ 1, കോഴിക്കോട്.